സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും. അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും ഫോണിലൂടെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ എൻ്റെ വീട്ടിലോട്ട് വാ, എന്നെ ഒന്ന് സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല വരണം, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇല്ല ഞാൻ പറഞ്ഞോളാം, എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എനിക്കിഷ്ടമുള്ളവരല്ലേ ഞാൻ ഫ്രണ്ടായിട്ട് അംഗീകരിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് അവിടെ വരുന്നുണ്ട്. ശ്രീകാന്ത് വന്നപ്പോഴേ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് അകത്ത് കയറി വർഷ കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് കൊണ്ടുപോകുന്ന സമയത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അപ്പോഴാണ് ഈ അച്ഛാന്ന് വിളിച്ചും കൊണ്ട് പോവുകയാണ് വർഷ. അപ്പോഴത്തേക്കാണ് ശ്രീകാന്ത് കാണുന്നത് ഇത് ആരുടെ മോളാണെന്ന് ശ്രീകാന്തിന് അറിയില്ലായിരുന്നു. അമ്മയും കാണുന്നുണ്ട്, ഇത് എൻ്റെ അച്ഛനെ അപമാനിച്ച ആളല്ലേ എന്ന് ശ്രീകാന്ത് മനസ്സിലാക്കുന്നു. വർഷയുടെ അച്ഛനും ആ കാര്യം പിടിയിട്ട് ഇത് മറ്റവൻ്റെ മോനല്ലേ, അവൻ്റെ മോനുമായിട്ടാണ് അവർക്ക് കമ്പനി എന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ കണ്ട് ഞെട്ടുന്നുണ്ട്. വർഷയ്ക്ക് മാത്രമേ ഈ കാര്യം അറിയില്ല, ബാക്കി അച്ഛനും അമ്മയ്ക്കും ശ്രീകാന്തിനും ഈ കാര്യം അറിയാം. ഇതാണ് എൻ്റെ അച്ഛൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചതും അച്ഛൻ്റെ കോളറിൽ കയറി പിടിച്ചതും സച്ചിയേട്ടനായിട്ട് വഴക്കുണ്ടാക്കിയത് ഇയാൾ ഒരു ആൾ നിമിത്തമാണ്. പക്ഷേ ഇത് വർഷയുടെ അച്ഛനാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ നമ്മുടെ സച്ചിയുടെ കുടുംബത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇയാൾ വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരാൾ നിമിത്തമാണ് എനിക്ക് ഇത് കൊണ്ടായത്, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെൻഷൻ പൈസ തടഞ്ഞു വെച്ചത്. ഇപ്പം പറയുന്നത് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം, പെൻഷൻ കാശ് ഞാൻ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ജഡ്ജി പറഞ്ഞേക്കുന്നത്. അത് പോയിട്ട് സച്ചിയെ നല്ല മാന്യനെന്നാണ് പറയുന്നത് ജഡ്ജി പറഞ്ഞേക്കുന്നത്. സച്ചിയിൽ നല്ലൊരു മനുഷ്യത്വമുണ്ട്, സച്ചിയാണ് നല്ല മാന്യനെന്ന് പറയുന്നത്. അവരുടെയൊക്കെ മുന്നിൽ എൻ്റെ നാണവും മാനവും എല്ലാം പോയി, നീ ഒരാൾ നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്ന് ഭാര്യയെ കുറ്റപ്പെടുത്തും. 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ കാര്യമൊന്നുമില്ല, അപ്പം ഞാൻ ജയിലിൽ ചെന്ന് കൊടുക്കണമെന്നാണോ നീ പറയുന്നതെന്ന് സച്ചി നമ്മുടെ വർഷയുടെ അച്ഛൻ ഭാര്യയോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛനെ കൊണ്ടുവരികയാണ്, വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പറയണത് സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെ പറയാം കേട്ടോ. സച്ചിക്ക് ഇതിലപ്പുറം ഒരു അഭിമാനമില്ല, തൻ്റെ അച്ഛൻ്റെ പെൻഷൻ പൈസ പാസ്സാക്കി കൊടുക്കാനുള്ളതും ജഡ്ജി പറഞ്ഞു. ജഡ്ജിയാണ് യഥാർത്ഥ നീതിമാൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് നീതിമാനെ കാണുന്നതെന്നാണ് സച്ചി ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛന് ഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഇത് എനിക്കെല്ലാം ഹാരം ഇടാണ്ട്, ഇത് ദൈവത്തിൻ്റെ ഫോട്ടോയിലാണ് ഹാരം ഇടുക. ഇല്ല അച്ഛൻ തന്നെയാണ് എൻ്റെ ദൈവം, അച്ഛൻ്റെ ഇതിൽ തന്നെ. അങ്ങനെ രേവതി സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട് രേവതി ഇറങ്ങി വന്ന് ചന്ദ്ര വന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇറങ്ങി വന്ന് ആരതി ഒഴിയുന്നുണ്ട് സന്തോഷത്തിന്. എന്ത് പറയാം, ഇത് ഈ രേവതി കൊണ്ടാണ്, അതായത് രേവതി ഒരാൾ നിമിത്തമാണ്, രേവതിയുടെ ഭാഗ്യം കൊണ്ടാണ്, രേവതിയുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പെൻഷൻ പൈസ ഇപ്പം ഇങ്ങനെ ആയി കിട്ടിയതും കോടതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതും എന്ന് പറയുന്നുണ്ട്. സന്തോഷത്തിൻ്റെ നാളുകൾ എന്ത് പറയാനാണ്, അലയടിക്കാൻ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഈ പെൻഷൻ പൈസയുടെ അവകാശി എന്ന് പറയുന്നത് രേവതിയായിരിക്കും, എൻ്റെ പെൻഷൻ അതായത് പെൻഷൻ പൈസ എന്നല്ല ഈ 1 ലക്ഷം രൂപയുടെ അവകാശം എന്ന് പറയുന്നത് രേവതിയായിരിക്കും, രേവതി മോക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. എന്ത് പറയാനാണ്, ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചന്ദ്രയ്ക്ക് അറിയില്ല. വെച്ചാൽ ഒരു പൂക്കാരി, വെറും പൂക്കാരിയായിട്ട് വന്ന് നിൽക്കുന്ന എവക്കാണല്ലോ ഇവിടെ ഭാഗ്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് എന്നും പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. ഇനി പലിശ പൈസ കൊടുക്കാനുള്ള ദിവസമായി വരുന്നുണ്ട്, അടുത്ത മാസം പലിശ പൈസ കൊടുക്കണം മോളെ എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്. അത് കൊടുക്കാം ആൻറ്റി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പറ്റില്ല, നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഥ ഒരു എന്ത് പറയാനാണ്, നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷ നേരത്തേക്ക് സച്ചിയുടെയും രേവതിയുടെയും നമ്മുടെ രവീന്ദ്രൻ്റെയും നല്ലൊരു മുഹൂർത്തം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒത്തിരി സന്തോഷം കൂട്ടുകാരെ.